നമസ്കാരം, കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാമായണ ചിന്തയിലൂടെ ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പണ്ഡിത സദസ്സിൽ വെച്ച് വരരുചി എന്ന പണ്ഡിത ശ്രേഷ്ഠനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്നും അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നും. 40 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിന് ശേഷം 41ാമത്തെ ദിവസം അദ്ദേഹം ആ ശ്ലോകം കണ്ടുപിടിക്കുകയും അതിന് 9 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോൾ രാമായണത്തിലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് എന്ന് നമുക്കും കൂടി അറിയണമല്ലോ അല്ലേ. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മനാം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാത യഥാസുഖം. ഇതാണ് ആ ഒരു ശ്ലോകം. ഈ ശ്ലോകം ആരോട് പറഞ്ഞതാണെന്നറിയോ? സുമിത്രയെ വന്ദിക്കാനായിട്ട് രാമലക്ഷ്മണന്മാരും സീതാദേവിയും ആ വനവാസത്തിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെന്ന സമയത്ത് സുമിത്ര ലക്ഷ്മണനോട് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനം 9 തരത്തിലാണ് അദ്ദേഹം നൽകിയത്. എന്നാൽ അതിൽ ഒന്നാമത്തെ ഒരർത്ഥം എന്ന് പറയുന്നത്, നീ രാമനെ അനുഗമിച്ച് കാട്ടിലേക്ക് പോവുകയാണല്ലോ, ആ കാട് അയോധ്യയായും അതുപോലെ തന്നെ രാമനെ ദശരഥനായും സീതയെ ഞാനായും, അതായത് അമ്മയായും കണക്കാക്കണം എന്നാണ് ആ ശ്രേഷ്ഠമായ ഉപദേശം. ഒരു അമ്മ ഒരു മകന് നൽകേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇതിന് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനം പറയുകയാണെങ്കിൽ, ഭഗവാനായിട്ട്, അതായത് ശ്രീരാമചന്ദ്രനെ സ്വയം മഹാവിഷ്ണുവായിട്ട് നീ അറിഞ്ഞുകൊള്ളണം. അതേപോലെ തന്നെ അമ്മയായിട്ട്, ലക്ഷ്മി ദേവിയായിട്ട്, മാ എന്ന ശബ്ദത്തിന് അമ്മ, ലക്ഷ്മി ദേവി എന്നാണ് അർത്ഥം, അമ്മയായിട്ട് അറിഞ്ഞുകൊള്ളണം. അതേപോലെ തന്നെ കാടിനെ വൈകുണ്ഠമായിട്ട് നിനക്ക് മനസ്സിലാകണം എന്നാണ് ആ അർത്ഥം. എപ്പോഴും രാമപാദഭക്തി ഉണ്ടാകണം എന്നാണ് ആ അമ്മ ഉപദേശിച്ചതിൻ്റെ സാരാംശം. ഒന്ന് ആലോചിച്ച് നോക്കൂ, സുമിത്രയെ പോലുള്ള ഒരു അമ്മയുടെ കാര്യം. ആ അമ്മ മകൻ കാനനവാസത്തിനായി പുറപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ തടയുകയല്ല ചെയ്തത്. അതിനു പകരം രാമഭക്തിയാൽ പോയി വരൂ, സുഖമായി പോയി വരൂ എന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇത് രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും പ്രത്യേകത തന്നെയാണ്.